ഏതൊരു യാത്രയും മനസ്സിനെ തൊട്ടറിയുന്നത് കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ്. പ്രകൃതി അതിൻ്റെ മാസ്മരിക വലയം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾക്കൊരിക്കലും മറക്കാനാവാത്തതാണ്. ചില യാത്രകൾ അങ്ങനെയാണ്. മറക്കാനാവാത്ത ഒരുപാട് കാഴ്ചകളും ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിക്കും. നമ്മുടെ ഇന്നത്തെ യാത്രയും അങ്ങനെ ഒരിടത്തേക്കാണ്. ഈശ്വര സങ്കല്പത്തെ പ്രകൃതിയുടെ വശ്യമായ കാഴ്ചകളിലൂടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്ന ഒരിടം. പ്രകൃതിയാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവ് സമ്മാനിക്കുന്ന ഒരിടം. കൈലാസഗിരി. കോട്ടയം കുമിളി റോഡാണ്. അതിരാവിലെ ഈ വഴിയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക വൈബാണ്. കോടമഞ്ഞിൽ പൊതിഞ്ഞുള്ള വനത്തിൻ്റെയും തേയില തോട്ടങ്ങളുടെയും കാഴ്ചകൾ കണ്ടുള്ള ഒരു യാത്ര. മുണ്ടക്കയത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. നമ്മൾ ആദ്യം എത്തിച്ചേരാൻ പോകുന്നത് തന്നെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഈ യാത്രയുടെ ആദ്യത്തെ സ്പോട്ട് പെരുവന്താനം. നമ്മളങ്ങനെ ആദ്യത്തെ സ്പോട്ടിലെത്തി. മുണ്ടക്കയത്ത് നിന്ന് യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം എത്തുന്ന സ്പോട്ടാണ് പെരുവന്താനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇപ്പം കംപ്ലീറ്റ് കോടമഞ്ഞ് കൊണ്ട് മൂടിയിട്ട് ഇവിടൊക്കെ അടിപൊളി കാഴ്ചയാണ്. നല്ല തണുപ്പാണ്. നോക്കത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ കണ്ട് ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. കോടമഞ്ഞ് കൊണ്ട് ദൂരെ കാഴ്ചകളിപ്പോൾ മൂടിയിരിക്കുന്നു. ഈ ഒരു കാഴ്ച തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം പോലെയാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ താണ്ടുവാനുള്ള ഒരു ഇന്ധനം പോലെ. ശരിക്കും മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ കുട്ടിക്കാനം അല്ലെങ്കിൽ വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന സ്പോട്ട് പെരുവന്താനമാണ്. കുട്ടിക്കാനത്തിൻ്റെ അല്ലെങ്കിൽ വാഗമണ്ണിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് പെരുവന്താനത്തിൻ്റെ. മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. ഏകദേശം നല്ല ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്ന മലനിരകളും അതുപോലെ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഈ നമ്മൾ വന്ന സമയം നല്ല സൂപ്പർ സമയമാണ്. കംപ്ലീറ്റ് കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. ഏത് സമയത്തും വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് പെരുവന്താനം. പക്ഷെ കോടമഞ്ഞിൽ പൊതിഞ്ഞുള്ള പെരുവന്താനത്തിൻ്റെ കാഴ്ചകൾ ദാ കണ്ടില്ലേ, ഇത് തന്നെയാണ് ഏറ്റവും മനോഹരം. ഇനി നമ്മൾ പെരുവന്താനത്ത് നിന്ന് നേരെ ചെല്ലാൻ പോകുന്നത് വളഞ്ഞങ്ങാനം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റൊരു അടിപൊളി സ്പോട്ടൊന്നും പറയാനില്ല. ഇടയ്ക്കൊക്കെ വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷേ അത് റോഡ് സൈഡിനോട് ചേർന്നാണ്. നമുക്ക് വാഹനമൊക്കെ നിർത്തിയിട്ട് കാണാൻ പറ്റുന്ന സ്പോട്ടുകളൊന്നുമല്ല. കുട്ടിക്കാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഇറങ്ങി നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ചെറുകടിയൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇനി അടുത്ത സ്ഥലം വളഞ്ഞങ്ങാനമാണ്. അപ്പം നമുക്ക് വളഞ്ഞങ്ങാനത്തേക്കുള്ള യാത്ര തുടരാം. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് വളഞ്ഞങ്ങാനത്തേക്ക്. ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഒരുപാട് ചെറുകടകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു സ്പോട്ടാണ് വളഞ്ഞങ്ങാനം. ഈ വഴിയുടെ ഒരു ഇടത്താവളം കൂടിയാണ് വളഞ്ഞങ്ങാനം. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടർന്നപ്പോഴാണ് ഒരാഗ്രഹം തോന്നിയത്. ഒരു KSRTCയിലോ പ്രൈവറ്റ് ബസിന്റെ സൈഡ് സീറ്റിലോ ഒക്കെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും കൊതിയാകുകയാണ് ഈ വഴി അങ്ങനെ ഒരു യാത്ര. റോഡ് സൈഡ് നിറയെ കുട്ടിക്കുരങ്ങന്മാരാണ്. വളഞ്ഞങ്ങാനത്തോട് ചേർന്നാണ് ഇവന്മാരെ കൂടുതലും കാണുക. കടകളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാർക്കിവിടെ കുശാലാണ്. അങ്ങനെ കൈലാസഗിരിയിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ അധികം ക്ഷീണമില്ലാതെ ഇവിടെ വരെ എത്താൻ പറ്റി. അതും പോരാഞ്ഞിട്ട് നല്ല കാലാവസ്ഥയുമാണ്. ഇവിടെ നിന്നൊന്ന് ഫ്രഷായിട്ട് വേണം കൈലാസഗിരിയിലേക്കുള്ള മുന്നോട്ടുള്ള യാത്ര തുടരാൻ. നമ്മളങ്ങനെ രണ്ടാമത്തെ സ്പോട്ടിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് വളഞ്ഞങ്ങാനം എന്നാണ്. നല്ല വളവിനോട് ചേർന്ന് അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഈ ഭാഗത്തുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം. നമ്മുടെ ദുൽഖറിൻ്റെയൊക്കെ മൂവിയിൽ ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ചാർലിയിൽ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഈ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഒരു വളവിനോട് ചേർന്ന് ഒരു നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
കോട്ടയം കുമളി റോഡിൽ സഞ്ചരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിർത്തി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചെറുകടിയും ചായയൊക്കെ കുടിച്ചിട്ട് മടങ്ങാറാണ് പതിവ്. നമ്മൾ ഒരു ചെറുകടിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് ഇനി യാത്ര തുടരുന്നത്. ഒരു ചായയും കുടിച്ച് ചെറുകടിയൊക്കെ കഴിച്ച് നിന്നപ്പോഴാണ് ദാ ഇവരുടെ ചങ്ങാത്തം കണ്ടത്. കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഇനി നമ്മുടെ യാത്ര കോടമഞ്ഞ് മൂടുന്ന മലനിരകളുടെ കവാടത്തിലേക്കാണ്. കുട്ടിക്കാനത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അല്പദൂരം യാത്ര ചെയ്താൽ പഴയ പാമ്പനാർ എന്ന സ്ഥലത്തെത്താം. പഴയ പാമ്പനാർ പാലത്തോട് ചേർന്ന് കിടക്കുന്ന ഇടത്തേക്കുള്ള വഴി തിരിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാൽ കൈലാസഗിരിയിലേക്കുള്ള വഴിയാണ്. തിരിയുന്ന ഭാഗത്ത് നമുക്ക് കൈലാസഗിരിയുടെ ഒരു ബോർഡ് കാണാം. മുന്നോട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഇതുപോലെ ബോർഡോ തൃശ്ശൂലമോ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റാതെ കൈലാസഗിരിയിലേക്ക് എത്താം. ഇനിയുള്ള നമ്മുടെ യാത്ര തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു തലത്തിലേക്കാണ്. കൈലാസത്തിന് സമമായ ഒരു സ്ഥലം, കണ്ടവർ കേട്ടവർ കൈലാസം എന്ന് വിളിപ്പേര് നൽകിയ ഒരിടം. നിറയെ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശത്തിലൂടെയാണ് മുന്നോട്ടുള്ള യാത്ര. ചെറിയ ഗ്രാമങ്ങൾ പിന്നിട്ട് ദുർഘടമായ വഴികൾ പിന്നിട്ട് തേയിലത്തോട്ടങ്ങൾ സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടുള്ള ഒരു യാത്ര. അധികം ബുദ്ധിമുട്ടുള്ളൊരു വഴിയൊന്നുമല്ല. അതിന് കാരണം ശിവരാത്രി കഴിഞ്ഞിട്ട് അല്പനാളാവുന്നതേ ഉള്ളൂ. കൈലാസഗിരിയിൽ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവനാൾ ശിവരാത്രിയാണ്. അന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതോടനുബന്ധിച്ച് റോഡെല്ലാം മണ്ണൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ടേക്കാണ്. ഇന്ന് ശിവരാത്രി കഴിഞ്ഞിട്ട് അല്പനാളാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല വൃത്തിയായി കിടക്കുകയാണ്. ഒരു മഴയോ മറ്റോ പെയ്താൽ അവസ്ഥ തിരിഞ്ഞത് തന്നെ. മുന്നോട്ട് ചെല്ലുന്തോറും റോഡ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ചെറിയ കയറ്റമാണ്. ഇനി കുറച്ചുനാൾ കൊണ്ട് ഈ ഭാഗമൊക്കെ ഒരു ഓഫ് റോഡിന് സമമായി മാറും. ആ സമയത്തൊക്കെ വരാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ കൈലാസഗിരിയോട് അടുക്കുന്നു. കൈലാസഗിരിയുടെ താഴ്വാരത്തേക്കാണ് നമ്മൾ ഈ എത്തിച്ചേർന്നത്. ഇനി ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം മുകളിലേക്ക് കയറിപ്പോവാൻ. നമ്മളങ്ങനെ കൈലാസഗിരിയുടെ താഴ്വാരത്തേക്ക് എത്തി. ഇനി അല്പദൂരം നടന്നു കയറണം. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട്. അപ്പോൾ ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം അടിപൊളിയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റും. ഇവിടെ ബൈക്ക് വെച്ചിട്ട് വേണം ഇനി മുകളിലേക്ക് കയറി പോകാനായിട്ട്. നമ്മുടെ ബൈക്ക് അവിടെ വെച്ചു. നമ്മളിങ്ങനെ കറങ്ങി ആണ് ഇവിടെ ബൈക്ക് വെച്ചത്. അവിടെ വേണമെങ്കിൽ ബൈക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. അവിടെ ചെറിയൊരു കുന്ന് പോലുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറ ഭാഗം എന്ന് പറയുന്നത് കുമിളി റൂട്ട്, കുമിളി ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ദൂരത്തോളം കാണാൻ സാധിക്കും. മനോഹരമായ ഒരു സ്ഥലമാണ് ആ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ആ ഒരു ചെറിയ കുന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമിളി ആ ഒരു ഭാഗമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ബൈക്ക് ഇവിടോ അല്ലെങ്കിൽ ഇവിടെ ഇതിങ്ങനെ കറങ്ങി ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ സാധിക്കും. നമുക്കിനി കയറി പോകാനുള്ളത് ഈ മലയാണ്. കയറിപ്പോകുന്ന വഴിക്കെല്ലാം ക്ഷേത്രത്തിൻ്റെ വഴിയുടെ അടയാളമായി ശൂലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴി തെറ്റാതെ കയറിപ്പോകാൻ സാധിക്കും. അങ്ങും ഇങ്ങുമൊക്കെ പശുക്കൾ മേഞ്ഞ് നടക്കുന്നത് കാണാം. പിന്നിലെ കാഴ്ചകൾ കയറിപ്പോകുന്ന കയറ്റത്തിൻ്റെ കാഠിന്യം ഒട്ടും അറിയിക്കില്ല. വലിയൊരു കയറ്റമൊന്നുമല്ല, അതുപോലെ കുത്തനെയുള്ളൊരു നടപ്പാതയുമല്ല. ഇങ്ങോട്ടേക്ക് വരുന്നവർ മറക്കാതെ കരുതേണ്ട ഒന്ന് കുടിവെള്ളമാണ്. മെയിൻ റോഡ് കയറിയാൽ പിന്നെ കടകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർ മറക്കാതെ കരുതേണ്ട ഒന്ന് കുടിവെള്ളമാണ്. സൂപ്പറല്ലേ? നമ്മളങ്ങനെ പാതിയോളം എത്തി. ഇനി അല്പം കൂടി നടന്നു കയറിയാൽ ഏറ്റവും ടോപ്പിലെത്തും. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് പീരുമേടിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് വാഗമണ്ണിൻ്റെയൊക്കെ പ്രദേശങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ ചെന്ന് നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി ചെല്ലുന്തോറും താഴ്വാരത്തെ കാഴ്ചകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഒരുപാട് ദൂരത്തോളമുള്ള കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റേറ്റ് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഇതൊരു വലിയ പാറയാണ്. കയറിപ്പോകുന്ന ഭാഗത്തിൻ്റെ ഇടത്തെ വശത്തെ താഴ്വാരം തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞതാണ്. അടിപൊളി ലൊക്കേഷൻ അല്ലേ? ഏലപ്പാറയാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത്. ഏലപ്പാറ തേയിലത്തോട്ടം മുഴുവൻ, ഏലപ്പാറയിലുള്ള കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി. കാരണം തേയിലയൊക്കെ നട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് ആ ലൊക്കേഷനൊക്കെ കാണാൻ അടിപൊളിയാണ്.
ഏലപ്പാറ, കുട്ടിക്കാനം, പീരുമേട്, അതുപോലെ വാഗമൺ, ഇടുക്കി ഡാമിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രി കാഴ്ച കാണാൻ പറ്റുന്ന മനോഹരമായ അടിപൊളി ഒരു ലൊക്കേഷനാണ് കൈലാസഗിരി. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്കുള്ള നടത്തം തുടർന്നു. മേഘങ്ങൾക്ക് സമമായി നടക്കുന്നൊരു ഫീലാണ്. കയ്യിൽ വെള്ളം കരുതാതെയാണ് ഞാൻ ഈ മല കയറിയത്. ഓർക്കാതെ വന്നൊരു മിസ്റ്റേക്കാണ്, പക്ഷേ അത് വല്ലാണ്ട് വലച്ചു. നല്ല ക്ഷീണം തോന്നിത്തുടങ്ങി. അല്പം കിടന്ന് വിശ്രമിച്ചിട്ട് മുകളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കിടന്നപ്പോഴാണ് ഈ പ്രദേശം മുഴുവൻ കോടമഞ്ഞ് വന്ന് മൂടുന്നത് കണ്ടത്. ഒരു പ്രത്യേക ഫീലായിരുന്നു ആ കാഴ്ച. അല്പം സമയം കൊണ്ടാണ് കോടമഞ്ഞ് കൊണ്ട് ഈ പ്രദേശം മുഴുവൻ മൂടിയത്. കാറ്റിന് ശക്തി കൂടി വരുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു അന്തരീക്ഷത്തിന് ഇപ്പോൾ. കൈലാസഗിരിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും ഇതാണ്. താഴ്വാരത്തെ കാഴ്ചകൾ കോടമഞ്ഞ് കൊണ്ട് മറഞ്ഞിരിക്കുന്നു. നല്ല ശക്തമായ കാറ്റാണ്, പക്ഷെ നടന്നു കയറുന്നതിന് ഒട്ടും പ്രയാസമില്ല. ഇങ്ങനെയൊരു മാറ്റം പെട്ടെന്ന് പ്രതീക്ഷിച്ചതല്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. കണ്ടില്ലേ, ഇതൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ മാത്രം കിട്ടുന്ന ഒരനുഭവമായിരിക്കും. നന്നെ ആസ്വദിച്ച് കിട്ടിയ ഈ നിമിഷം ഓരോ സെക്കൻഡും കളയാതെ ഓരോ കാഴ്ചകളും ക്യാമറയിലും മനസ്സിലും ഒപ്പിയെടുത്ത് മുന്നോട്ട് നടന്നു. ശരിക്കും ജീവിതത്തിലെ സമ്പാദ്യം ഇതുപോലുള്ള ചില നിമിഷങ്ങളാണ്. നമ്മളങ്ങനെ ഏകദേശം മുകളിലേക്ക് എത്താറായിരിക്കുന്നു. ചുറ്റും നിറയെ പൂക്കൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് മുകൾ ഭാഗം. സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. തണുപ്പ് വല്ലാണ്ട് കൂടുന്നുണ്ട്. കോടമഞ്ഞിൽ പൊതിഞ്ഞ നേരിയ കാഴ്ചയായി മുകളിലെ ക്ഷേത്രത്തിൻ്റെ ഭാഗം കണ്ടു തുടങ്ങി. അല്പം കൂടി നടന്നാൽ ആ ഭാഗത്തേക്ക് എത്താം. അങ്ങനെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തേക്കാണ് ആദ്യം എത്തുക. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ വേണം വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാൻ. ക്ഷേത്രത്തിൻ്റെ മുന്നിലായി കാണുന്ന ഒരു ചരിവുള്ള ഭാഗത്തെ പാറയുടെ മുകളിൽ നിന്നാൽ താഴെ ഭാഗത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ കൈലാസഗിരിയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. പ്രകൃതി അതിൻ്റെ മായാജാല കാഴ്ചകൾ കാട്ടുന്ന ഒരു പ്രദേശമാണിത്. സ്വപ്നതുല്യമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശം. കുന്നുകൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന മേഘങ്ങളും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കുത്തനെയുള്ള ചരിവുകളും വനത്തിൻ്റെ വന്യത നിറഞ്ഞ വശ്യമായ കാഴ്ചകളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്വർഗതുല്യമായ ഒരു പ്രദേശം. താഴെ ഏലപ്പാറ ടൗണും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളും ഈ കാഴ്ചകൾ നിറമുള്ളതാക്കുന്നു. സ്വർഗസമാനമായ ഈ കാഴ്ചകൾ ഈ പ്രദേശത്തിന് ഒരു പേര് നൽകി, കൈലാസഗിരി. ഇടുക്കി ഡാമിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങിയതുകൊണ്ട് ആ ഒരു ഭാഗത്തിൻ്റെയൊക്കെ കാഴ്ചകൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ തൊട്ട് താഴെ കാണുന്നത് ഏലപ്പാറ ടൗണും ഏലപ്പാറ ആ ഒരു ഭാഗത്ത് മുഴുവനുള്ള തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ വാഗമണ്ണിൻ്റെയൊക്കെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട്, വാഗമണ്ണിൻ്റെ ഒട്ടുമിക്ക ലൊക്കേഷൻസും ഇവിടെ നിന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു 360 ഡിഗ്രി കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മുൻപ് പറഞ്ഞതുപോലെ ഏലപ്പാറ, വാഗമൺ, കുട്ടിക്കാനം, അതുപോലെ പീരിമേട്, ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങൾ, ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ നാടിൻ്റെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം അറിയേണ്ട ഒന്നാണ് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ കഥകളും. അത് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക അനുഭവമാണ് പകർന്നു നൽകുന്നത്. കൈലാസം ശിവഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ മണ്ണിന് ഈ പേര് നൽകിയതും ഭഗവാന്റെ സാന്നിധ്യമാണ്. താഴെയുള്ള ഗ്രാമങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ് കൈലാസഗിരി. നമ്മളിനി കാണാൻ പോകുന്നതും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. ശിവഭഗവാൻ പാർവതി ദേവിക്കൊപ്പം കുടികൊള്ളുന്ന ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുതന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്.
ക്ഷേത്രത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നതും അതുപോലെ പൂജ ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അത് ശിവരാത്രിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ദിവസം വന്നപ്പോൾ അത് ശിവരാത്രിയായിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് പോയത്. ഏകദേശം നല്ല രീതിയിൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത കൈലാസഗിരിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.